കിടന്നില്ലേ? ആ. അടുത്തെപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ വല്ല കലഹവും? ഒന്നുമില്ല ബാലു, ബിലീവ് മീ. രാവിലെ ഞാൻ തോട്ടത്തിലേക്ക് ജീപ്പ് എടുത്ത് പോകുമ്പോ കൂടി തമാശ പറഞ്ഞ് ചിരിച്ചതല്ലേ. എന്റെ ഷർട്ടിന്റെ പുറം കയറിനെ പറ്റി ഒരു കമന്റും പറഞ്ഞു. വല്ല അസുഖവും? ചില കേസുകൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. മാറാവ്യാധികൾ ഭയന്ന ചിലര്, ഉദാഹരണത്തിന്. നത്തിങ്. ഒരുപക്ഷെ കുട്ടികളില്ലാത്ത വിഷമം. അതാരോ സൂചിപ്പിച്ചപ്പോ പറഞ്ഞത് കേൾക്കണം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു കുട്ടിയെ നോക്കാൻ തന്നെ പാടാണെന്ന് എന്നെ ചൂണ്ടിക്കൊണ്ട്. കിഴവനും കിഴവിയുമായിട്ടില്ലല്ലോ ദുഃഖിക്കാൻ എന്നും അവൾ എന്നോട് പറയും. തനിക്ക് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് വല്ല അഫയേഴ്സും അതുപോലെ ലീനെ അറിഞ്ഞിട്ട് തുറന്നു പറയണം. എന്ത് അഫെയർ? നിനക്കെന്നെ അറിയില്ലേ? ഡൽഹിയിൽ ഫ്രീ ആയി നടന്ന കാലത്ത് കൂടി ഞാനൊരു പഴഞ്ചൻ മോറലിസ്റ്റ് ആയിരുന്നു നിങ്ങളുടെയൊക്കെ കണ്ണിൽ, അല്ലേ? എന്നിട്ടല്ലേ ആഫ്റ്റർ മാരേജ് ഏതെങ്കിലും നിലയ്ക്ക് അവളേക്കാൾ ആകർഷണം തോന്നുന്ന ഒരുത്തിയെ കണ്ടിട്ട് വേണ്ടേ? ഞാൻ ഹാപ്പി ആയിരുന്നു 101%. പക്ഷേ ഒരു പ്രേരണയും ഉണ്ടാവാതെ ആരും ആത്മഹത്യ ചെയ്യാറില്ലല്ലോ മാത്യു. റാഷണലി അപ്രിഹെൻസിബിൾ കാഷ്വാലിറ്റി പുതിയ സൈക്കോളജിസ്റ്റുകൾ കൊടുത്ത നിർവചനമാണ് ആത്മഹത്യക്ക്. ഒന്നും കാണുന്നില്ല. ലെറ്റ് us face facts. ലീനയെ സംശയിക്കാൻ തനിക്കെന്തെങ്കിലും? ബി ഫ്രാങ്ക് വിത്ത് മീ. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ആളുകളുമായി മിക്സ് ചെയ്യുന്നത്, കഴിയുന്നത് അവോയ്ഡ് ചെയ്യുന്ന ടൈപ്പാണ് അവളെന്ന് നിനക്കറിയില്ലേ? എന്റെ സർക്കിളിൽ ആകെ ഫ്രീ ആയി പെരുമാറിയിട്ടുള്ള നിന്നോടാണ്. യു നോ ദാറ്റ്. ഫ്രീ ആയി എന്ത് എഴുതിയിട്ടുള്ളത് നിനക്കാണ്. നിനക്കറിയാത്ത ഒന്നുമില്ല അവളെ സംബന്ധിച്ച്. ഐ എം ഷുവർ ഷി വാസ് സിമ്പിൾ, ട്രാൻസ്പെറന്റ്. പക്ഷേ ബേസിക്കലി കവിയായിരുന്നു, സെൻസിറ്റീവ്. അതെനിക്കറിയും. ഒരലോസരവും അവൾക്കുണ്ടാവാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ അവൾ താക്കീത് തരാറുണ്ട്. വേണ്ട, വീട്ടമ്മയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റി കണ്ണാടിക്കൂട്ടിൽ പ്രതിഷ്ഠിക്കണ്ടായിരുന്നു. ചുറ്റുപാടുകളുമായി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വിഷമം, സർഗപ്രക്രിയയുടെ ഭാഗമായുള്ള അന്തസംഘർഷം എന്നൊക്കെ നമ്മൾ വായിക്കാറുള്ള. ഷട്ടപ്പ്. അക്ഷരവേരിയായ മുരടൻ തോട്ടം മുതലാളി, ഉള്ളിൽ കവിതയും എസ്തെറ്റിക്സും ഉള്ള സെൻസിറ്റീവായ ഭാര്യ, സംഘട്ടനം. ആലോചിക്കുന്ന അതായിരിക്കും. നോൺസെൻസ്. എന്നല്ല, പക്ഷേ. എന്ത് പക്ഷേ? ഡോണ്ട് ടെൽ മീ ദാറ്റ് ക്രാപ്പ്. ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യുന്നവരെ ഞാനും ആ വേൾഡ് തന്നെ ആയിരുന്നില്ലേ? സെലീന ജോസഫിന്റെ ഭർത്താവ് ജോസഫ് എന്നറിയുന്നത് അഭിമാനമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ, ഓണസ്റ്റ്ലി. എങ്കിൽ പിന്നെ നിങ്ങൾക്കൊക്കെ തെറ്റിയതാവും. ആക്സിഡന്റ് തന്നെ ആയിരിക്കും. ഒരു രസത്തിന്റെ തോക്കെടുത്ത് നോക്കുമ്പോ. അല്ല, മേശവലിപ്പ് തുറന്ന് ഒരു കാർട്രിഡ്ജ് എടുത്ത് ലോഡ് ചെയ്തു. ഇഷ്ടമില്ലാതിരുന്നിട്ടും അവൾക്കത് പഠിപ്പിച്ചത് ഞാൻ തന്നെ. മുമ്പ്. എന്നിട്ടും യെസ്, നെഞ്ചിന് നേർക്ക് പിടിച്ച് കാഞ്ചി വലിച്ചു. She did it. പക്ഷെ എന്തിന്? അതാണ് ഞാനും ചോദിക്കുന്നത്. പക്ഷെ എന്തിന്? അറിഞ്ഞോ അറിയാതെയോ ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല. മാത്യു, കിടക്ക്. എന്തിന്? അതിനുത്തരം നീയെങ്കിലും ഒന്ന് പറഞ്ഞതാ. ഉറങ്ങാൻ നോക്ക്. നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഹെൽപ്പ് അതാണ്. യു ഫൈൻഡ് ഔട്ട്. ആരെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്റെ പേപ്പേഴ്സ്, അവളുടെ പേപ്പേഴ്സ്, ഗോ ത്രൂ എവറിത്തിങ്. ഞങ്ങൾ വെറും അന്യരാണെന്ന് കരുതി അന്വേഷിക്കാം. എല്ലാ അന്വേഷണങ്ങളും കുറെ കഴിയുമ്പോൾ വിഴുപ്പലക്കലായിട്ട് മാറും. മറച്ചു വെക്കാനുണ്ടെങ്കിലല്ലേ? എനിക്കൊന്നുമില്ല, അവൾക്കും. യു ക്യാൻ ഹെൽപ്പ് മീ. എന്തും വലിച്ചു പുറത്തിടാം, ടിക്കറ്റ് കഴിഞ്ഞ് നോക്കാം. പക്ഷെ എനിക്കറിയണം എന്തിന്. ശരി, കിടക്ക്. ശ്രമിക്കാം. നേരെ ഒരുപാടായി. നേരത്തെ എഴുന്നേറ്റപ്പോ വെറുതെ ഒരു ഡ്രൈവിന് പോയി. ലീനയുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും മനോരോഗം വന്ന ഹിസ്റ്ററി ഉണ്ടോ? വളരെ നോർമലായ ആളുകൾക്കും
ചിലപ്പോൾ മനസ്സിന്റെ സമനില തെറ്റിയേക്കുമെന്ന് ഡോക്ടർ ഹരിദാസ് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കയറി. ആ, ഞങ്ങളായിട്ട് വളരെ ക്ലോസ് ആണ് ഡോക്ടർ. പറഞ്ഞു, പാരമ്പര്യത്തിൽ എവിടെയെങ്കിലും എ സ്ട്രീക്ക് ഓഫ് ഇൻസാനിറ്റി, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിഭ്രമം ഉണ്ടായിരുന്നു എന്ന് അന്വേഷിക്കാൻ ഡോക്ടറാണ് സജസ്റ്റ് ചെയ്തത്. ലീനയുടെ അമ്മ മരിച്ചത് എപ്പോഴായിരുന്നു? അവൾക്ക് 1 മാസം കഴിഞ്ഞിട്ടില്ല. പ്രസവത്തിൽ എന്തോ കോംപ്ലിക്കേഷൻ ആയിരുന്നു. ഫാദറോ? അവൾക്ക് 5 വയസ്സായപ്പോ. രോഗം? ടൈഫോയിഡ് അല്ല, ഹാർട്ട് ട്രബിൾ. അതോ അല്ല, ഹാർട്ട് ട്രബിൾ തന്നെ. ആന്റി പറഞ്ഞ ഓർമ്മയുണ്ട്. ഹാർട്ട് അറ്റാക്ക് ഒരു ഫലിതമാണോടാ ജനിക്കാൻ? അല്ല, ഈ മാതിരി കാര്യങ്ങളെപ്പറ്റി നമുക്ക് എത്ര കുറച്ചേ അറിയൂ എന്ന് ആലോചിച്ചു പോയി. ഫാദറിലോ മരിച്ചത് ടൈഫോയിഡ് കൊണ്ടാണോ ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണോ എന്ന് കൃത്യമായി പറയാൻ തനിക്ക് അറിയില്ല. എടാ മതി, ലീനയെ കണ്ടു, എനിക്ക് ഇഷ്ടമായി, കല്യാണം ആലോചിച്ചു. 3 തലമുറയുടെ ചരിത്രവും മെഡിക്കൽ റെക്കോർഡും അന്വേഷിച്ചില്ല. അതിന്റെ ആവശ്യം തോന്നിയില്ല. കാഴ്ച. ഫാദറിന്റെ പേര് ആന്റണി ഫ്രാൻസിസ്. ഓ, അത് പറഞ്ഞപ്പോഴാ മോളി ആന്റിക്ക് കത്തെഴുതിയില്ല. വിവരം അറിയിച്ചിട്ടില്ലേ? ടെലഗ്രാം അയച്ചിരുന്നു. എന്നാലും ഡീറ്റെയിൽസ് അറിയിക്കണമല്ലോ. അവരിപ്പോഴും ഗുണ്ടൽപ്പെട്ട് തന്നെ. ഇവിടെ വന്ന് താമസിക്കാൻ പലപ്പോഴും ലീന എഴുതി. അവർക്ക് കഴിയണ്ടേ? അവരുടെ ഹസ്ബൻഡിന് അനങ്ങാൻ തന്നെ വയ്യ. പോർത്തി. ആ, വർമാജിയുടെ അച്ചുവട്ടനെ പറ്റി പറയാറുണ്ട്. താൻ അച്ചുവട്ടനെ തട്ടിക്കൊണ്ട് പോകുന്നത് പിന്നെ പുട്ടും കടലയും തിന്നാൻ കഴിയുന്നില്ലെന്നാണ് കിഴവന്റെ കംപ്ലൈന്റ്. എല്ലാ കൊല്ലവും ന്യൂ ഇയറിന് കാർഡ് വരാറുണ്ട് അച്ചുവട്ടൻ. കഴിഞ്ഞ കാര്യങ്ങളൊന്നും മറക്കുന്ന ആളല്ല വർമാജി. അന്ന് രാവിലെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. സന്ദർശകരോ വിരുന്നുകാരോ ആയിട്ട് ആരെങ്കിലും വന്നിരുന്നോ? ഞാനൊരു മൈനർ ഷെർലക് ഹോംസിന്റെ വേഷം കിട്ടുകയാണല്ലോ, അപ്പൊ എല്ലാം അറിയണം. താനപ്പോ തോട്ടത്തില് സ്മോക്ക് ഹൗസിനടുത്ത് അവിടെ റിപ്പയറിന് ചില പണിക്കാർ വന്നിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഒരുമിച്ച്? പിന്നെ പുറത്ത് വരാന്തിൽ വന്ന് തപാൽ നോക്കുമ്പോൾ ലീൻ എടുത്തുണ്ട്. തപാൽ ആരാ നോക്കിയത്? ഞാൻ. കത്തുകളിൽ എന്തെങ്കിലും? വിശേഷിച്ചൊന്നുമില്ല. മാഗസിൻസ് 2-3 എണ്ണം. ലീനയ്ക്ക് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, മോളി ആന്റിയുടെ. യൂഷ്വൽ പതിവായ ലെല്ലുണ്ട്. എനിക്ക് വായിക്കാൻ തന്നു. കത്തിൽ സ്വന്തം പ്രാരാബ്ദങ്ങൾ, ലീനയ്ക്കും എനിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. ആന്റിയുടെ സ്ഥിരം വരാറുള്ള കത്ത്, വേറൊന്നുമില്ല. ഫോൺ കോൾ വല്ലതും? ടെലിഫോൺ 2 ദിവസമായി ചത്ത് കിടക്കുകയായിരുന്നു. പണിസ്ഥലത്ത് ഞാൻ എക്സ്ചേഞ്ചിലേക്ക് ആളെ വിട്ടു. പിന്നെ ഈ ബഹളത്തിനിടയ്ക്ക് അത് എപ്പോഴോ ശരിയായെന്ന് തോന്നുന്നു. കഴിക്കാറായി, കുളിക്കണ്ടാവോ? ഷേവും കുളിയൊക്കെ 6 മണിക്കേ കഴിഞ്ഞിരിക്കണു. ഇപ്പൊ നേരത്തെ എഴുന്നേക്കാറുണ്ട് അച്ചോട്ടാ. വർമാജി ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണോ? ഒറ്റയ്ക്ക്. ആയമ്മ കൽക്കത്തയില്. അവിടത്തെ 2-3 മാസത്തെ തണുപ്പ്. ഓഹോ, ബാക്കിയൊന്നും സാരമില്ല. അതുകൊണ്ടാ പോകുന്നതെന്ന് വർമാജിക്കും അറിയാം. ലീനാമ്മ നിങ്ങൾ പണിക്കാരോടൊക്കെ എങ്ങനെയായിരുന്നു അച്ചോട്ടാ? ഞാൻ വന്ന് താമസിച്ചിട്ടുള്ളപ്പോഴൊക്കെ ഒച്ചയും വിളിയും ബഹളമൊന്നും കേട്ടിട്ടേ ഇല്ല. സാധാരണ എങ്ങനെ? അയ്യോ, ചീത്ത പറയേണ്ടവർത്തും പറയില്ല. ആ എളുതരം കണ്ട് ഇവിടെ ചിലവറ്റ തലയെ കയറാറുണ്ട്. എല്ലാരോടും അയ്യോ പാവം. അന്ന് രാവിലെ വിശേഷിച്ചൊന്നും ഉണ്ടായില്ല. ഏയ്, അതിന്റെ കാലം കുറിയ നേരത്തെ ആവും അതൊക്കെ എടുത്ത് പെരുമാറാൻ തോന്നിയെന്നല്ലാണ്ട് എന്താ പറയാ. രാവിലെ ആരൊക്കെ ഇവിടെ വന്നിരുന്നു? രാവിലെ പാൽക്കാരൻ വന്നു. ഇവിടുത്തെ 2 കറ പറ്റിയിരിക്കുകയാണല്ലോ. പിന്നെ മീൻകാരൻ. അപ്പോ മൂപ്പത്തിയാർ എന്നെ ഒന്ന് കളിയാക്കി. വലിയ മീനാണെങ്കിൽ വാങ്ങണ്ട, അത് തന്നെ 3 ദിവസം തിരിച്ചും മറിച്ചും തീറ്റിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ അവിയല്, പുളുങ്കറി, മുളോഷ്യം ഇതൊക്കെ തന്നെയാ മൂപ്പത്തിയാർക്കും പഥ്യം. പിന്നെ പോസ്റ്റ്മാൻ വന്നു, മാത്യു പറഞ്ഞു. പിന്നെ ആരോ വന്നല്ലോ. അന്തോണിയുടെ പെണ്ണ്. മരുന്ന് വാങ്ങാൻ കാശ് തികയില്ല എന്ന് പറഞ്ഞ് കുറച്ച് മുനിഞ്ഞു. എന്തോ കൊടുത്തിട്ടുണ്ട്. 25 തോന്നണേ. ശുദ്ധ കള്ളത്തരാവും, എന്നാലും കൊടുക്കും. അതാ ആ കുട്ടിയുടെ സ്വഭാവം. പിന്നെ കുറെ പിച്ചക്കാര് വന്നു. അവറ്റ ചുറ്റിപ്പറ്റി വന്നപ്പോ ഞാൻ ഒച്ചിട്ടു. പിന്നെ ഞാൻ അടുക്കളയിൽ കേറിയിട്ടേ ഉള്ളൂ. അപ്പോഴാ വെടിപൊട്ടുന്ന ശബ്ദം കേട്ടത്. കാട്ടുകോഴി പച്ചപ്പകല് മുറ്റത്തിറങ്ങി നടക്കുന്നുണ്ട്. ഇപ്പൊ ഒന്ന് വീണു എന്ന് തന്നെ ഉറപ്പിച്ചു ആദ്യം.
മാത്തുക്കുട്ടി തോട്ടത്തിൽ പോയിരിക്കുകയാണല്ലോ എന്ന് പിന്നെയാണ് ഓർമ്മ വന്നത്. അപ്പൊ എനിക്ക് എന്തോ ഒരു സംശയം. മുകളിലേക്ക് ചെന്നപ്പോ ഇപ്പോഴും അത് കണ്ണിൽ കണ്ടിട്ട് തടി വരയ്ക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ വീട്ടുപണിക്ക് നിൽക്കുന്നതിന് നാട്ടിൽ ചെല്ലുമ്പോൾ ചിലർ പരിഹസിക്കാറുണ്ട്. ഇത്രയും സ്വഭാവ ഗുണവും ഐശ്വര്യമുള്ള ഒരു കുട്ടിയെ നമ്മുടെ ഇടയിൽ കാണണ്ടേ? പറയണവർക്ക് അത് അറിയില്ലല്ലോ. ഇനിയിപ്പൊ എന്തിനാ അത് വിസ്തരിച്ചിട്ട്? അതിന്റെ ഒരു യോഗം. ചേട്ടത്തിന്റെ മകനിപ്പോഴും ടാക്സിയിലല്ലേ പണി? പണിയുള്ളത് ഇല്ലാത്തതും ഒക്കെ കണക്കാ. പെറ്റ തള്ളയാണെന്നൊരു വിചാരമുണ്ടോ അവന്? ചേട്ടത്തിക്ക് ഇപ്പൊ എന്താ ഒരു വിഷമം? വിഷമം ഉണ്ടായിട്ടല്ല. അന്ന് ചേട്ടത്തിയാ ഓടിപ്പോയി മാത്തുക്കുട്ടിയെ വിളിച്ചോണ്ട് വന്നല്ലേ? മാത്തൂട്ടിയെ വിളിക്ക്. ഓടുന്നു നായര് പറഞ്ഞപ്പം ഞാൻ ഓടി. അപ്പോഴും കാര്യം എനിക്കറിയില്ലായിരുന്നു. മാത്തുക്കുട്ടി പണിസ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ജീപ്പിലിരിക്കുന്നുണ്ടായിരുന്നു. പാടില്ലാത്തതാണ്. ഒരു സ്വകാര്യ ലോകത്തിലേക്കാണ് ഞാൻ അതിക്രമിച്ച് കയറുന്നത്. താൻ പറഞ്ഞതുകൊണ്ട് മാത്രം. ഗോ ഹെഡ്. ഡയറി എഴുത്ത് പതിവില്ല. ഇത് ഡയറിയല്ല, ഒരു വർക്ക് ബുക്കാ. പൊന്തിക്കിടക്കും ഒരു പേടകത്തിനുള്ളിൽ അന്ത്യസന്ദേശം ഒതുക്കി വയ്ക്കുന്നു ഞാൻ. ആഴിയിലൊഴുക്കുന്ന നാവികനെ പോലെ ഞാനുമൻ വാക്കുകൾ ഒഴുക്കി നിൽപ്പൂ. ഒഴുക്കുന്ന വാക്കുകൾ കാലത്തിന്റെ മറുകരയിൽ ഏതെങ്കിലും കൈകളിൽ എത്തിച്ചേരുമോ എന്നാണ് കവി ചോദിക്കുന്നത്. ബ്രില്യന്റ് ഐഡിയ. മുഴുമിപ്പിച്ചിട്ടില്ല. ലൈബ്രറി റൂം ഒരു സ്റ്റഡിയാക്കി മാറ്റാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ മൂലയിൽ വന്നിരിക്കാനായിരുന്നു ഇഷ്ടം. മുമ്പ് വന്നപ്പോ കളിയാക്കി ഞാനും. സൂക്ഷിക്കുക, അകത്ത് തോക്കും കവിതയുമുണ്ട് എന്നൊരു ബോർഡ് എഴുതി വയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ വിൻഡോയിലൂടെയാണ് ഏറ്റവും നല്ല വ്യൂ. ഷി വാസ് റൈറ്റ്. ടെലിഫോൺ ശബ്ദവും അച്ചുവട്ടന്റെ ബഹളവും ഒന്നും ഇതിലെത്തില്ല. അകത്തെ കബോർഡ്, പെട്ടികൾ, ബ്യൂറോ എല്ലാം നിനക്ക് നോക്കാം. മാത്യു, നീന എങ്ങനെ? വലിയ മതഭക്തിയുള്ള ടൈപ്പായിരുന്നോ? പള്ളിയിൽ പോക്ക്, കുർബാന കൊള്ളൽ, കുമ്പസാരം, അതിലൊന്നും വലിയ താല്പര്യമില്ല. പ്രാർത്ഥിച്ചിരുന്നു. ഭക്തി ലീന ഒരു ഷോ ആക്കിയിരുന്നില്ല എന്ന് എനിക്കറിയാം. തനിച്ച് പ്രാർത്ഥിക്കുന്നതായിരുന്നു ഇഷ്ടം. ബൈബിളിന്റെ സ്വാധീനം ധാരാളമുണ്ട് പല കൃതികളിലും, പ്രത്യക്ഷമായിട്ടില്ലെങ്കിലും. മതഗ്രന്ഥമായിട്ടല്ലെങ്കിൽ മഹത്തായ ഒരു സാഹിത്യകൃതിയായിട്ടെങ്കിലും വേദപുസ്തകം വായിക്കാമെന്ന് അവൾ പറഞ്ഞിരുന്നു. എന്നെ നന്നാക്കാൻ ഇടയ്ക്ക് അവൾ ശ്രമിച്ചിരുന്നല്ലോ. പാവം.